ഹലോ ഹായ്, ഞാൻ ജയശ്രീ. ഹാൻ സാറിൻ്റെ 21 ഡേയ്സ് ഫാറ്റ് ലോസ് ചലഞ്ചിൽ 106ാമത്തെ ബാച്ചിലുള്ള ഒരാളാണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് ഇന്ന് 16ാമത്തെ ദിവസമാണ്. പക്ഷേ എനിക്ക് നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. കാരണം അത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് ഏകദേശം ഒരു 1.5 കിലോ 2 കിലോയ്ക്ക് അടുത്ത് എൻ്റെ വെയിറ്റ് ലോസ് ആയിട്ടുണ്ട്. അപ്പം സാറ് പറയുന്ന പോലെ ഉള്ള മീൽ പ്ലാൻ ആണെങ്കിലും അത് ഫോളോ ചെയ്യുന്നുണ്ട്. പിന്നെ വർക്കൗട്ട് ചെയ്യാൻ ഒരുപാട് സമയം എനിക്ക് കിട്ടാറില്ല. എങ്കിലും നടക്കുക എന്ന് പറയുന്ന പണ്ട് വളരെ മടിയുള്ള ഒരാളായിരുന്നു ഞാൻ. പക്ഷേ ഇതിപ്പം കാരണം എപ്പോഴും നമ്മൾ കാറിൽ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. വണ്ടി എടുക്കുന്നു, പോകുന്നു. പക്ഷെ ഇപ്പം എന്ന് പറഞ്ഞാൽ കാറിൽ യാത്ര ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ നടക്കാനായിട്ടുള്ള ടൈം നമ്മൾ കണ്ടെത്തുന്നുണ്ട്. ഒരു ദിവസം എനിക്ക് തോന്നുന്നു ഒരു 5000-6000 സ്റ്റെപ്പെങ്കിലും ഞാൻ നടക്കുന്നുണ്ട്. രാവിലെ അല്ല, വൈകിട്ട് ഞാൻ നടക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ടൊക്കെ ആയിരിക്കാം. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ 3 നേരം ഫുഡ് കഴിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. പക്ഷെ ഭയങ്കരമായിട്ടല്ല, ലിമിറ്റ് ചെയ്ത് കഴിക്കുമായിരുന്നു. പക്ഷേ എന്നിട്ടും ഈ വെയിറ്റ് ലോസ് ആകാതെ വന്നതിൻ്റെ പുറത്താണ്. കാരണം ലിമിറ്റ് ചെയ്ത് കഴിച്ചിട്ട് നമ്മുടെ വെയിറ്റ് കുറയുന്നില്ല എന്നൊരു സാഹചര്യം വന്നപ്പോഴാണ് ഞാൻ ഹാൻ സാറിൻ്റെ ഈ പ്രോഗ്രാം ഇത് കാണുകയും ഇതിൽ ഞാൻ അംഗമാവുകയും ചെയ്തത്. അതനുസരിച്ച് ഇപ്പം ഞാൻ 4 നേരം കഴിക്കുന്ന ഒരാളാണ്. പക്ഷെ ഞാൻ അതിൻ്റെ അളവ് കുറച്ചു. പിന്നെ 2 നേരം നമ്മുടെ ജീവിത സാഹചര്യം കൊണ്ട് 2 നേരം നമ്മൾ അരിയാഹാരം കഴിക്കുമായിരുന്നു. അത് 1 നേരമായിട്ട് നമ്മൾ ചുരുക്കി. പിന്നെ രാവിലെയും വൈകിട്ടും ഗോതമ്പിൻ്റെ എന്തെങ്കിലും ആഹാരങ്ങൾ കഴിക്കാൻ മാക്സിമം അങ്ങനെ ശ്രമിക്കുന്നുണ്ട്. പിന്നെ സാലഡ് ചലഞ്ച് ഉള്ളതുകൊണ്ട് സാലഡ് കഴിക്കുന്നുണ്ട്. പിന്നെ നടപ്പാണ് ഞാൻ ഒട്ടും ഒഴിവാക്കാത്തൊരു കാര്യം. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ രാവിലെയും വൈകിട്ടും ഓരോ ചായ നമ്മൾ മധുരം ഉപയോഗിച്ച് കഴിക്കായിരുന്നു. പക്ഷെ ഇപ്പം പിന്നീട് എനിക്ക് മധുരം കട്ട് ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ അത് പെട്ടെന്ന് നമ്മുടെ മനസ്സിനെ അതൊന്ന് പറഞ്ഞൊന്ന് വിശ്വസിപ്പിക്കാനും അംഗീകരിക്കാനും പറ്റാത്തത് കൊണ്ട്. കാരണം വർഷങ്ങളായിട്ട് നമ്മൾ ജനിച്ച കാലം തൊട്ട് കഴിക്കുന്നതാണ് മധുരമിട്ട ചായ. എനിക്ക് ഷുഗർ പ്രഷർ അങ്ങനെയൊന്നുമില്ല. പക്ഷെ എന്നാലും അതും കൂടെ ഒഴിവാക്കണം എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ച് സാറ് പറഞ്ഞ് ഷുഗർ വാങ്ങിച്ചു വെച്ചിരുന്ന് ഞാൻ കഴിച്ചു. പക്ഷെ ഇപ്പം പിന്നീട് എനിക്ക് തോന്നി അതുപോലെ ഉപയോഗിക്കണ്ടെന്ന്. അപ്പം ഇപ്പം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഷുഗർ കംപ്ലീറ്റ്ലി അത് കട്ടാക്കിയിരിക്കുകയാണ്. ഞാനിപ്പം ഞാൻ മധുരം ഇടാതെയാണ് ചായ കുടിക്കുന്നത്. ഇനി ചായ തന്നെ പാല് ഒഴിച്ച് ചായയാണ് ഇപ്പോഴും കുടിക്കുന്നത്. പക്ഷെ അത് പാൽ ചായ അത് ഒഴിവാക്കണം എന്നാണ് ഞാനിപ്പം മനസ്സിലിങ്ങനെ ഉറച്ച് തീരുമാനിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും സാറ് പറയുന്ന രീതിയിൽ ഉള്ള ഫുഡും നമ്മുടെ വർക്കൗട്ട് എനിക്ക് അത്രത്തോളം പറ്റിയില്ലെങ്കിലും നടക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം പിന്നെ ഉറക്കമാണെങ്കിലും കുറച്ച് താമസം ഇറങ്ങുന്ന കൂട്ടത്തിലായിരുന്നു. അപ്പം പലപ്പോഴെങ്കിലും ഞാൻ താമസിക്കുന്നുണ്ടെങ്കിലും മിക്കവാറും ഒക്കെ നേരത്തെ തന്നെ കിടന്നുറങ്ങാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. അപ്പം തീർച്ചയായിട്ടും ഈ ഒരു ഗ്രൂപ്പിൽ ഞാൻ ആഡ് ആയതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇത്രയും, കാരണം നമ്മൾ ചെയ്യണമല്ലോ, ചെയ്തിൽ നമുക്ക് വേണ്ടിയിട്ടാണല്ലോ എന്നുള്ളൊരു ചിന്തയിൽ തീർച്ചയായിട്ടും നമ്മളത് അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ശരിക്കും ഒരു ഫാറ്റ് നമ്മുടെ ബേൺ ചെയ്ത് പോകുന്നത് നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. ഒരു ശരീരത്തിനൊരു വെയിറ്റ് ലോസ് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഒക്കെ ഒരു ഉല്ലാസവും സന്തോഷവും ഒരു സ്പീഡ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും എനിക്ക് ഇതിൽ ഹാൻ സാറിൻ്റെ ഈ പ്രോഗ്രാമിൽ ആഡ് ചെയ്തുകൊണ്ട് മാത്രം വന്നൊരു മാറ്റമാണത്. അപ്പം താങ്ക് യു ഹാൻ സാർ.